ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും അച്ചാർ പണിയാണ് കേട്ടോ. ഇന്നത്തെ ഉപദേശം എന്താണെന്ന് പറയാം, ഒരനുഭവമാട്ടോ പറയണത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു അനുഭവമാണ് പറയണത്. നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്താൽ ചിലപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ ഒക്കെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തുണ്ടാവുക. ഒരു സാരി എടുത്താൽ ആ സാരിക്ക് ഒരു ജാക്കറ്റ് വേണം, അതിലേക്ക് ഒരു പാവാട വേണം, പിന്നെ തയ്ക്കാൻ കൂലി വേണം, ജാക്കറ്റ് ബ്ലൗസ് തയ്ക്കാൻ കൂലി വേണം. അതൊക്കെ കണക്കാക്കി വരുമ്പോൾ 1000 1200 ആവും. ആ കല്യാണത്തിന് പോയി വന്ന് ആ ഡ്രസ്സ് അഴിച്ച് അവിടെ മേശമേലോ അയലമേലോ അൽമാരയിലോ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റബോധമാണ്. അതെൻ്റെ മാത്രം മാനസിക പ്രശ്നമാണോ എന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്നും അറിയില്ല. എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കുറ്റബോധം തോന്നും. അയ്യോ, പഠിച്ചോൻ എന്തിനാ അപ്പോൾ ഈ 1200 കൊടുത്ത് ഡ്രസ്സ് എടുത്തത്? ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇത്രയും ഡ്രസ്സുകൾ അൽമാരയിലുണ്ടാകുന്ന ഒന്നും എടുത്ത് പോയാൽ മതിയായിരുന്നില്ലേ? 1000 രൂപ കൊടുത്തിട്ടൊക്കെ ഇപ്പോൾ സാരിയൊക്കെ എടുക്കേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും. അതുകൊണ്ട് എന്താണെന്ന് പറയുക, ഒരു കല്യാണമൊക്കെ വരുമ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ റിലേറ്റീവ്സിൽ, കൂട്ടുകാരികളുടെ, അയൽക്കാരുടെ ഒക്കെ കല്യാണങ്ങൾ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പേടിയാണ്. അതെടുത്തുകൊണ്ട് വരാനും ഉത്സാഹമാണ്. അത് തയ്പ്പിക്കാനും ഉടുക്കാനും ഉടുത്തൊരുങ്ങി പോവാനും ഒക്കെ നല്ല ത്രില്ലാണ്. പക്ഷെ പോയി വന്ന് അതങ്ങോട്ട് അഴിച്ച് അവിടെ വെച്ചാലുണ്ടല്ലോ, പിന്നെ കുറ്റബോധം മനസ്സിൽ. എത്ര നാൾ, 1 മാസം 1.5 മാസമൊക്കെ പണിയെടുത്താലാണ് 1200 രൂപ കിട്ടുക. അത് കൊണ്ടുപോയിട്ട് സാരി എടുത്തോടുന്ന കാര്യം ആലോചിച്ച് 10 ദിവസത്തിന് പിന്നെ ഉറക്കം കിട്ടൂല. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് വെറുതെ 1200 കൊടുത്ത് ഡ്രസ്സ് എടുത്തോ, ആ എടുത്ത കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. എനിക്ക് എൻ്റെ കാര്യം ഉണ്ടോ ഞാൻ പറയണത്. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി എടുത്താൽ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ടെൻഷൻ തോന്നില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത്ര ടെൻഷൻ ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. എന്നാലും അവരുടെ സന്തോഷം അത് കാണുമ്പോൾ പിന്നെ ആ ടെൻഷൻ മറക്കും. പക്ഷേ നമുക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരുന്നത്. കാരണം അയ്യോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിനോ എന്തിനേലൊക്കെ വേണ്ടിയിട്ട് ആ പൈസ ചിലവാക്കായിരുന്നു. വെറുതെ 1200 ഉറുപ്പിക കൊണ്ടുപോയി ഒരു കല്യാണത്തിന് വേണ്ടി അത് ചിലവാക്കിയാലും നല്ല നല്ല സാരികൾ അലമാരയിലുണ്ടാവും. അതൊന്നും പറ്റാഞ്ഞിട്ടാണ് ഈ പുതിയ സാരി മേടിച്ചൊക്കെ കൊടുത്ത് എത്രയും പൈസ ചിലവാക്കിയിട്ട് കല്യാണത്തിന് പോയത്. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ. അതുകൊണ്ടാണ് ഒരു കല്യാണത്തിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ സാരി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫർദ എടുക്കുക, അല്ലെങ്കിൽ അത് ചുരിദാർ എടുക്കുക, അതൊക്കെ വളരെയധികം ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഒരു നിവൃത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. ഒരു കല്യാണം വെച്ചിട്ട് ഓടി പോയിട്ട് ഡ്രസ്സ് എടുക്കണ സ്വഭാവം ഇപ്പം നിർത്തി. അതാണ് ഇന്നത്തെ വിശേഷം.